എല്ലാവർക്കും രമ സ്ട്രെസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം എനിക്ക് കുറേയേറെ കൃഷിയെപ്പറ്റി പഠിക്കാൻ പറ്റുന്ന ഒരു കർഷകൻ്റെ ഒരു തോട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് നിങ്ങൾക്കൊന്നും പരിചയമില്ലായിരിക്കും, ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താം. എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ, എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടും കൂടെ, ശ്രീ രാജ്കുമാർ വാര്യർ എന്ന സാറിൻ്റെ പേര്. സാറിൻ്റെ വീട് മംഗലാപുരത്താണ്. അപ്പം ഞാൻ മംഗലാപുരത്ത് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നപ്പം ഞാൻ സാറിനെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ സാറിൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് വളരെയധികം അത്ഭുതമായി. കാരണം എൻ്റെ ടെറസ് കൃഷിത്തോട്ടം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു ക്രമീകരണം ഇല്ലാതൊക്കെ വെച്ചിരിക്കുന്നതാണ്, ഞാൻ തുറന്ന് നിങ്ങളോട് പറയാം. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഫുള്ളി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു തോട്ടം. ഇത് നിങ്ങൾ എല്ലാവരും കണ്ടുപിടിക്കേണ്ട ഒരു തോട്ടം തന്നെ ഇത്. കാരണം സാറിൻ്റെ കുറേ ഐഡിയാസൊക്കെ ഇതിനകത്ത് സാർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം. ഇനി ഞാൻ നിങ്ങളെ സാറിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് രാജ്കുമാർ വാര്യർ സാർ. എല്ലാവരും ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമല്ലോ, അതിന് പകരം ഞാൻ ഗ്രോ ബെഡ് എന്ന് പറഞ്ഞാൽ 4-5 ഗ്രോ ബാഗ് ഒന്നിച്ച് വെച്ച് ഒരു സിംഗിൾ ഗ്രോ ബെഡ് ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അതിന് സൗകര്യത്തിന് ഒരു മെറ്റൽ കൊണ്ട് ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ആ ഫ്രെയിമിനെ വീട് മാറ്റ് കുറച്ച് അത് പോളിയെത്തലീൻ ഷീറ്റാണ്, അപ്പോൾ ഡ്യൂറബിളാണ്. ഒരു 10 കൊല്ലം വരെയൊക്കെ നിൽക്കും. മാത്രമല്ല നിറച്ച് ഹോൾസുള്ള സുഷിരങ്ങളുള്ളതാണ്. അപ്പോൾ എയറേഷൻ മണ്ണിലടിയിൽ ഉള്ളിലേക്കെല്ലാം നല്ലോണം വായു സഞ്ചാരം ഉണ്ടാകും. അപ്പോൾ സൂക്ഷ്മ പ്രാണികൾക്ക് ശ്വസിക്കാൻ വായു വേണമല്ലോ, ഓക്സിജൻ വേണമല്ലോ. അപ്പോൾ വായു സഞ്ചാരം ഉണ്ടാകും. മാത്രമല്ല മണ്ണിൻ്റെ കൂടെ ചകിരിച്ചോറും മണലും മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും മണ്ണ് കട്ട പിടിക്കില്ല. പിന്നെ ഒന്ന് മുഴുവനും തിരി നനയാണ്. അടിയിൽ പൈപ്പ് ഇട്ടിട്ട് അതിൽ തിരി, ഈ പണ്ടൊക്കെ ഗ്ലാസ് പൂളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ജിയോ ഫൈബറിൻ്റെ തിരിയാണ്. അപ്പോൾ അത് ഉദാഹരണത്തിന് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ കാണിക്കാം. ഇത് നമുക്കൊരു ഈ പൈപ്പിൽ വെള്ളം നിറച്ചിരിക്കുക, അതിൻ്റെ അടിയിൽ ഇതുപോലത്തെ തിരി വെച്ചിരിക്കുക. അപ്പോൾ ആ തിരി എപ്പോഴും നനഞ്ഞിരിക്കും. നമ്മൾ വിളക്കിൽ എണ്ണ ഒഴിച്ചാൽ തീ കത്തുന്ന മാതിരി ഈ തിരി എപ്പോഴും നനഞ്ഞിരിക്കും. അത് ആ തിരിയോട് മുട്ടി നിൽക്കുന്ന മണ്ണ് അതിൽ ചകിരിച്ചോറ് വെച്ചിട്ടുള്ളതുകൊണ്ട് വെള്ളം വെറ്റ്നസ് സ്പ്രെഡാവും. അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. ഈ തോട്ടം മുഴുവൻ ഒരു ചെടിക്ക് നനയ്ക്കേണ്ട ആവശ്യമില്ല. 365 ദിവസം നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിൽ പോവാം. വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കും പൈപ്പിൻ്റെ അടിയിൽ. അതുകൊണ്ട് എവിടേക്ക് പോവുകയാണെങ്കിലും ഇപ്പോൾ നട്ടുച്ചയ്ക്ക് നോക്കിയാൽ നമുക്ക് ഇവിടെ ചൂട് ഭയങ്കര. ഇപ്പോൾ 12:45 ചൂട് പോളി ഹൗസ് ആയതുകൊണ്ട് ചൂട് കൂടുതലാണ്. പക്ഷേ ചെടികൾക്ക് നോക്കുക, ഒരു ഇല പോലും വാടിയിട്ടില്ല. അത് ഇവിടെ വെള്ളം ഇങ്ങനെ അടിയിലിങ്ങനെ കിടക്കുക, എത്ര വേണമെങ്കിലും അതിന് ഇഷ്ടമായിട്ട് കുടിക്കാം. അപ്പോൾ അതിനൊരിക്കലും ക്ഷീണം ഉണ്ടാവില്ല. അതുമാത്രം ഈ തിരിനനയുടെ ഒരു പ്രത്യേകത. പിന്നെ അതല്ല, വെള്ളത്തിൻ്റെ കൺസംഷൻ. നമ്മൾ വെള്ളം ഒഴിച്ചാൽ നനയ്ക്കുകയാണെങ്കിൽ ഒന്നുമില്ല അധികമാവും, അല്ലെങ്കിൽ കുറയും. അധികമായാൽ അത് മുഴുവൻ ഒലിച്ചിറങ്ങി താഴെ മണ്ണും ചളിയും പിളിയും ഒലിച്ചിറങ്ങുമ്പോൾ അതിൻ്റെ കൂടെ മണ്ണിലത്തെ ന്യൂട്രിയൻസും പോകും. മണ്ണിലത്തെ പൊടിമണ്ണ്, ഫൈൻ മഡ് ഒലിച്ചിറങ്ങും. അപ്പോൾ ഇതാകുമ്പോൾ അതൊന്നുമില്ല. മണ്ണിൽ നമ്മളിട്ട മണ്ണ് അങ്ങനെ ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ന്യൂട്രിയൻസ് കൊടുത്താലോ, ആ ഒരു ടീസ്പൂൺ ന്യൂട്രിയൻസ് കൊടുത്താൽ ആ ഒരു ടീസ്പൂൺ മുഴുവൻ ചെടിക്ക് കിട്ടും. ഒരിക്കലും അത് വേസ്റ്റായിട്ട് വേറെ എവിടേക്കും പോവില്ല. അപ്പോൾ അങ്ങനെ. പിന്നെ മെയിൻ്റനൻസ് വളരെ എളുപ്പമാണ്. നമ്മൾ വെള്ളം ഒഴിക്കുന്നത് കുറഞ്ഞാൽ രാവിലെ ഒഴിച്ച് കഴിഞ്ഞാൽ ടെറസിൻ്റെ മേലെ ആയതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും വാടി തളർന്ന് അങ്ങനെ നിൽക്കും. അപ്പോൾ ടെറസ് കൃഷിക്ക് എപ്പോഴും തിരി തന്നെയാണ് നല്ലത്. അത് കറക്റ്റ് ആയിരിക്കണം. തിരി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടായില്ല. തിരി വെച്ചാൽ അത് മേലേക്ക് വെറ്റ്നസ് എത്തുന്നുണ്ടെന്ന് ആദ്യം തന്നെ വെക്കുമ്പോൾ തന്നെ നമ്മൾ പിന്നീട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെക്കണം, അത്രയേ ഉള്ളൂ. ബാക്കി പിന്നെ ന്യൂട്രിയൻസ് കൊടുക്കാൻ മേലെ ഒരുമാതിരി ഡ്രിപ്പ് ലൈൻ ഇട്ടിരിക്കുക. ഡ്രിപ്പ് ലൈനാണ്. ഇതിന് 2 ടൈപ്പ് ഉണ്ടല്ലോ ഡ്രിപ്പ് ലൈൻ. ഇത് ഇൻലൈൻ എന്ന് പറയും. അതായത് ഡ്രിപ്പർ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ളത്. എവറി 40 സെൻറ്റിമീറ്റേഴ്സിനും ഓരോ ഡ്രിപ്പർ ലൈൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ന്യൂട്രിയൻസ് ഒരു ബക്കറ്റിൽ അല്ലെങ്കിൽ ഡ്രമ്മിൽ നിറച്ചിട്ട് പമ്പ് ചെയ്താൽ ഒരേ സമയത്ത് ഈ തോട്ടം മുഴുവൻ 15 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് കൊണ്ട് ഈ തോട്ടം മുഴുവൻ ആ ന്യൂട്രിയൻസ് നിറഞ്ഞു കഴിയും. അപ്പോൾ നമ്മൾ വളം കൊടുക്കുന്നതും നമുക്ക് ഒരു പക്ഷഭേദമില്ലാതെ എല്ലാ ചെടികൾക്കും ഒരേ സമയത്ത് കൃത്യ അളവിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ അത്രേ ഈ ഡ്രിപ്പ് ലൈനും താഴെ നിന്നുള്ള തിരിനനയും ഇത് മാത്രമേ ഉള്ളൂ ഈ തോട്ടത്തിൻ്റെ രഹസ്യം, വേറെ ഒന്നുമില്ല.
ഇങ്ങനെ എത്ര പഴുത്ത ഇലകളുണ്ടാവും അതെല്ലാം പതിവായിട്ട് ഇപ്പോൾ ഒരു ഇല ഔട്ട് ഓഫ് ഷേപ്പാണ് പറഞ്ഞാൽ അപ്പോൾ അത് പറിക്കും. എരിവുള്ള ടൈപ്പാണ്, പക്ഷേ നല്ല ഇത് നാടൻ സാധനമാണ്. ഈ മുളകിൻ്റെ ഒക്കെ പൊക്കം ഒന്ന് നോക്കിക്കേ, ഭയങ്കര പൊക്കോ. അത് ഇത് പലതവണ കട്ട് ചെയ്തിട്ട് ട്രിം ചെയ്തിട്ട് വീണ്ടും അവിടുന്ന് അങ്ങോട്ട് മേലോട്ട് വളരുന്നതാണ്. പിന്നെ വേറെ ഒന്ന് പോളി ഹൗസിനകത്ത് ചെടികൾ കുറച്ച് നീളം വയ്ക്കും. കാരണം പുറമേ നിന്ന് 100% വെയിൽ കിട്ടുമ്പോൾ ഇവിടെ മാക്സിമം 80% അതും പൊടിയും ഫംഗസ് എല്ലാം വന്നിട്ട് പിന്നെ വീണ്ടും കുറഞ്ഞു. ഇപ്പോൾ ഒരു 60% സൺലൈറ്റേ കിട്ടുള്ളൂ. ചെടികൾക്ക് അത് മതി, പക്ഷേ അത് കൂടുതൽ വെളിച്ചം നോക്കിയിട്ട് ഇങ്ങനെ വളർന്ന് മേലോട്ട് പോകും. കായ 8 മാസമായി. അപ്പോൾ ഇപ്പോഴും കായ ഉണ്ടായിക്കൊണ്ടുണ്ട് ഇതിൽ. ഈ മുളകിൻ്റെ തണ്ട് വരെ ഒടിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കുന്നുണ്ട്. വെണ്ടയുടെ വരെ തൈകൾ ഉണ്ടാക്കുന്നത് സാറ് തണ്ട് ഒടിച്ച് വെച്ചാൽ അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അതിവിടെ ഉണ്ട്. ഇത് വെണ്ടയുടെ കൊമ്പ് നട്ടതാ, ചെറിയൊരു കോല് നട്ടതാ. ഇതും അതെ. ഇതിലെത്ര വെണ്ടെങ്കിൽ ഉണ്ടായി ഇപ്പോൾ ഇതിനകം എണ്ണ അറിയാം. 1 2 3 4 5 6 എണ്ണമായി. ഇതും അതെ, വെണ്ടയുടെ ട്രയൽ ചെയ്തതാണ്. പക്ഷേ സാധനം നമുക്ക് ഇത്രയേ ഉള്ളൂ. അത് ചുവന്ന വെണ്ടയാണ്. ഒരു 3 അടി 2 അടി 3 അടി ഹൈറ്റ് വയ്ക്കുള്ളൂ. പക്ഷേ അത് കട്ട് ചെയ്തു ഞാൻ. ഇപ്പോൾ രണ്ടാമത് നിറച്ച് കായ ഉണ്ടായി തുടങ്ങി. അപ്പോൾ ഈ തോട്ടത്തിലേക്കുള്ള എല്ലാ സാധനങ്ങളും താഴെ നിന്ന് കൊണ്ടുവരുന്ന ലിഫ്റ്റ് വഴിയാണ്. ഇതിൻ്റെ ലിഫ്റ്റിൻ്റെ കപ്പാസിറ്റി 500 കിലോ. താഴെ നിന്ന് മണ്ണും ചാണകവും വെള്ളവും എല്ലാം ഇതുപോലെ അപ്പ് ഡൗൺ ബട്ടൺ ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാധനങ്ങളെല്ലാം നിലയ്ക്ക് എത്തിക്കാൻ പറ്റും. മാത്രമല്ല അവിടെ ഇവിടുത്തെ അങ്ങോട്ട് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യാനുള്ള പുള്ളി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് വലിച്ചിട്ട് ആ സാധനങ്ങളെ ഇറക്കിയതിന് ശേഷം ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. ഇത് വലിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. അവിടെ കുമ്പളത്തിൻ്റെ വള്ളി കുടുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മേലെ ഉണ്ട്. ഇങ്ങനെ ഇവിടേക്ക് ഫുള്ള് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ വന്നതിന് ശേഷം താഴത്തേക്ക് ഇറക്കുക. സാധനങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം തിരിച്ച് മേലേക്ക് പോകും. എന്നിട്ട് ഈ കയറ് വലിച്ചാൽ അവൻ അങ്ങോട്ട് പോകും. ഇത് തക്കാളിയെല്ലാം കൊമ്പ് നട്ടതാണ്. കൊമ്പ് നട്ടിട്ട് അതിലുണ്ടായത് ധാരാളം ഉണ്ടായി കായ. വരുന്നവരെല്ലാം ഇങ്ങനെ പറിക്കും, തിന്നും. ഇത് ഇവിടുത്തെ മംഗലാപുരത്തെ ലോക്കൽ. പക്ഷേ ഇത് കയ്പ്പാണ്. ഇതിന് പഴുക്കുന്നതിന് മുമ്പ് തിന്നാൻ പറ്റില്ല. ഇപ്പോൾ ഈ സമയത്ത് പറിച്ചു വെക്കാം, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് എടുക്കാൻ പറ്റുള്ളൂ. അതിന് ചെറിയ കയ്പ്പ്. പക്ഷെ സ്വാദുണ്ട്. പഴുത്ത് കഴിഞ്ഞാൽ സ്വാദുണ്ട്, അതിന് മുമ്പ് കയ്പ്പാണ്. ഇത് ധാർവാട് വെള്ളരിയാണ്. 2 അടി നീളം വയ്ക്കും. 2 അടി നീളം വയ്ക്കും. ഇത് ഞാൻ ഇതെൻ്റെ വിത്ത്. ഇത് പെൺപൂവ് പതിവായിട്ട് പോളിനേറ്റ് ചെയ്യണം. ഇത് പെൺപൂവാണ്. അതിൻ്റെ പിന്നിൽ എല്ലാ പെൺപൂക്കൾക്കും അതിൻ്റെ പിന്നിൽ അതിലുണ്ടാകാൻ പോകുന്ന കായയുടെ ഒരു സാമ്പിൾ ഉണ്ടാവും. പാവലാണെങ്കിൽ ചെറിയ പാവലുണ്ടാവും, മത്തനാണെങ്കിൽ ചെറിയൊരു മത്തൻ, വെള്ളരിയാണെങ്കിൽ ചെറിയ. ഇതിപ്പോൾ ധാർവാട് വെള്ളരി, അതിൻ്റെ നീളത്തിലുള്ള കായ വരാൻ പോകണം. അപ്പോൾ എന്ത് ചെയ്യണം?
അതിൻ്റെ ഞാൻ ഏതെല്ലാം നുള്ളും, കാരണം ഞാൻ പോളിനേറ്റ് ചെയ്തു എന്നുള്ളതിന് പ്രൂഫ് വേണ്ടേ. എന്നിട്ട് ഇതുമാതിരി ഇത് ആൺപൂവിൻ്റെ ഏതെല്ലാം മാത്രം ഇങ്ങനെ നുള്ളിയിട്ട് ഇതിലേക്കൊന്ന് മുട്ടിക്കുക, അത്രയേ ഉള്ളൂ. പോളിനേഷൻ കഴിഞ്ഞു. ഇത് ഈ പണി ചെയ്തില്ലെങ്കിൽ കായ ഉണ്ടാവില്ല. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, അവിടെ എല്ലാ തേഴ്സ്ഡേയും പാദപൂജ ചെയ്ത് കഴിഞ്ഞാൽ 10-200 തേങ്ങ പൊട്ടിക്കും അവർ. അതിലത്തെ വെള്ളം ഏതാണ്ട് 10-15-20 ലിറ്റർ കിട്ടും. അത് ഞാൻ 4-5 ദിവസം വെച്ച് കഴിഞ്ഞാൽ പുളിച്ച് ഇങ്ങനെ മൂക്കിലത്തെ രോമം കരിഞ്ഞു പോകും. അതുപോലത്തെ ഇത് ഭയങ്കര റിച്ച് ഇൻ ന്യൂട്രിയൻസ് അല്ലേ, ലക്ഷറിയസ് ഫുഡ് എന്ന് പറഞ്ഞാൽ. ഇത് ഡെയിലി കിച്ചൺ വേസ്റ്റെല്ലാം ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് സ്ലറി കിട്ടും. ഇത് ഏതാണ്ട് 1/2 ബക്കറ്റായ ഇത് 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ചെടികൾക്ക് കോരി ഒഴിക്കുക ചെയ്യുക. ഡ്രിപ്പ് ലൈനിൽ കൊടുത്താൽ ബ്ലോക്ക് ആയാലോ. ഇത് കംപ്ലീറ്റ് ഏതാണ്ട് 1.5 മാസം എടുക്കും. ഇതിപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് വെള്ള തണ്ടുള്ളത്, മഞ്ഞ തണ്ടുള്ളത്, അപ്പുറത്ത് ചുവന്ന തണ്ടുള്ളതും ഉണ്ട്. ഇവിടെ പാലക്ക്, അതുകൊണ്ട് പലതുണ്ട്. പാലക്ക് റൈസ് ഉണ്ടാക്കും, പാലക്ക് കൊണ്ട് തൈര് കൂട്ടി അരച്ച് തമ്പുളി ഉണ്ടാക്കും. ഭയങ്കര ടേസ്റ്റാണ് അത് തമ്പുളി. ഈ സൈഡ് മുഴുവൻ ഈ സൈഡ് ഇങ്ങനെ വേസ്റ്റായി പോകണ്ട പറഞ്ഞിട്ടേ അവിടെ നിന്നിട്ട് ഇതുവരെ പയർ നട്ടിരിക്കുക. അതൊന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് പറഞ്ഞ് റെഡിയായിട്ട് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് പാണ്ടൻ പയറാണ്. പിന്നെ അത് കാണിച്ചു തരാം. ഓണക്കൂർ പാവല ഇത് മുഴുവൻ കണ്ടില്ലേ, ഇത് എല്ലാം ഈ ചെടി 8 മാസമായി. സാധാരണ ആദ്യത്തെ 1-2 കാലത്ത് കഴിഞ്ഞാൽ പിന്നെ കായ വലുപ്പം കുറയും. ഇതിപ്പോഴും എന്താ പറയുക 400 ഗ്രാം. ആദ്യം ഉണ്ടായതെല്ലാം നല്ല 3/4 കിലോ വരെ. അല്ല, ഇവിടെ ഓണക്കൂര, മറ്റോടത്തെ പ്രിയങ്ക അതപ്പുറത്ത്, പ്രിയ അല്ല മായ അതപ്പുറത്തുണ്ട്. ഇത് 2 സ്ഥലത്ത് അത് ക്രോസ് പോളിനേഷൻ ഒരിക്കലും വരാൻ പാടില്ല പറഞ്ഞിട്ട് ഇവിടെ ഇത് അവിടെ ഇത്. പക്ഷേ ഇപ്പോഴും അത് നോക്കൂ, ആ വലുപ്പം കുറയുന്നില്ല. നോക്കൂ, തക്കാളി കണ്ടോ, ഇതിൽ 3 മൂട് തക്കാളിയെ നട്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ തക്കാളി തണ്ടൊടിച്ച് കുത്തി നട്ടതാണ്. പക്ഷേ ഉണ്ടല്ലോ, ഇതിപ്പോൾ ഒരു വള്ളിയിലോട്ട് ഇങ്ങനെ കയറ്റി ഇതൊരു പന്തൽ പോലെ ആക്കിയാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിക്കേ, നിറയെ തക്കാളിക്കായുണ്ട്. അപ്പോൾ എനിക്കൊരെണ്ണം പറിച്ച് തോന്നുന്നു, നല്ല മധുരം, അധികം പുളിയൊന്നുമില്ല, പന്തൽ പോലെ, തക്കാളി പന്തൽ. പ്രത്യേകതരം മുളക്, ധാർവാഡ് ക്യാപ്സിക്കം എന്നാണ് പേര്. അത് മംഗലാപുരത്തിൻ്റെ സ്വന്തം. പറിക്കാം റൈസാണ്.
ഇത് എന്നുവെച്ചാൽ അത് പരാഗം ചില ആളുകൾക്ക് അലർജി ഉണ്ടാവും. ഈ ഇതിൻ്റെ ഈ ഇതൾ മാത്രം എടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് എണ്ണയിൽ വാട്ടണം. ആദ്യം തന്നെ എണ്ണയിൽ ഒരു മുളക് വാട്ടുക. എന്നിട്ട് ഇത് ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് അത് വാട്ടുക. എന്നിട്ട് തേങ്ങ കൂട്ടി അരയ്ക്കുക. അത്രേ ഉള്ളൂ. ഒന്ന് പുളി വേണം. ഈ വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് ഈ പുളി കാട്ടുക. അതല്ല നിങ്ങൾ തൈരിലാണ് തൈര് ചേർക്കുകയാണെങ്കിൽ പുളി വേണ്ട. പക്ഷേ ഇത് വാട്ടുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വേറെ നെയ്യിൽ തൈര് ഉപയോഗിക്കണമെങ്കിൽ നെയ്യിൽ വാടണം. പച്ചയാണ് നല്ല വെറൈറ്റിയാണ്. ഇതെന്താ പറയുക, കുള്ളനാ ഇത്ര ഹൈറ്റ് വെക്കുന്നത്. ഇതിനേക്കാൾ ഹൈറ്റ് വെക്കുക. ഇതിപ്പോ ഇവിടെ എത്ര ഹൈറ്റ് വെച്ചത് അറിയോ? വെയിൽ കുറച്ച് കുറവല്ലേ. വെയിലുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ടേ രാജ്കുമാർ സാറിൻ്റെ ടെറസ് കൃഷിയെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. 7907787439. ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.